നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. ഇനി ഇസ്തിരിപ്പെട്ടി ഇല്ലെങ്കിലും ഇസ്തിരിയിടാം. ധരിക്കുന്ന വസ്ത്രങ്ങൾ ഒരാളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. വസ്ത്രത്തിൻ്റെ ഫാഷനും വിലയുമൊന്നുമല്ല, വൃത്തിയായി ഡ്രസ്സ് ധരിക്കുന്നതിലാണ് കാര്യം. വസ്ത്രങ്ങളിലെ ചുളിവുകൾ വസ്ത്രത്തിൻ്റെയും ധരിക്കുന്ന ആളിൻ്റെയും ഭംഗി കെടുത്തുന്ന ഒന്നാണ്. ഇസ്തിരി ഇടുക എന്നതാണ് ഇതിന് പരിഹാരം. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇസ്തിരിപ്പെട്ടി ഇല്ലെങ്കിലും ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. ഹെയർ സ്ട്രെയിറ്റ്നർ. നിങ്ങളുടെ കയ്യിൽ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനുള്ള മെഷീൻ ഉണ്ടോ? ഇത് ചൂടാക്കി വസ്ത്രങ്ങളിലെ ചുളിവ് വീണ ഭാഗത്ത് ഉപയോഗിക്കാം. ചൂട് അമിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കിടക്ക. തുണി നിവർത്തി പേപ്പർ ഷീറ്റുകൾക്കുള്ളിൽ വയ്ക്കുക. കിടക്കുന്ന കിടക്കയുടെ അടിയിൽ ഇത് നിവർത്തി വയ്ക്കുക. വസ്ത്രങ്ങളെ ചുളിവുകൾ മാറിക്കിട്ടും. ചെമ്പ് പാത്രത്തിൽ ചൂടുവെള്ളമെടുത്ത് ഡ്രസ്സിലെ ചുളിവ് വീണ ഭാഗത്ത് അമർത്തി തേക്കുക. ചുളിവ് നീങ്ങിക്കിട്ടും. ഒരു ടവൽ നനച്ചു പിഴിഞ്ഞ് വസ്ത്രത്തിൻ്റെ ചുളിവുള്ള ഭാഗത്ത് വയ്ക്കുക. ഇത് കൈകൾ കൊണ്ട് നല്ലപോലെ അമർത്തുക. വസ്ത്രം നല്ലപോലെ നിവർത്തി വെച്ച് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇതുവഴി ചുളിവുകൾ മാറിക്കിട്ടും. കെറ്റിലിൽ വെള്ളമൊഴിച്ച് ചൂടാക്കി ഇതിൻ്റെ കുഴലിന് നേരെ വസ്ത്രത്തിൻ്റെ ചുളിവുള്ള ഭാഗം നിവർത്തി പിടിക്കുക. ഇതിൽ നിന്നും വരുന്ന ആവിയിൽ ഡ്രസ്സിലെ ചുളിവുകൾ നീങ്ങി കിട്ടുന്നതാണ്. വസ്ത്രം കഴുകി നല്ലപോലെ കുടയുക. പിഴിയരുത്. ഇത് വെയിലിൽ ഇട്ട് ഉണക്കാം. ഇത് ചുളിവ് വരാതിരിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴിയാണ്. ബാത്റൂമിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ചുളിവ് വീണ വസ്ത്രം ഷവർ റോഡിൽ നിവർത്തിയിടുക. വെള്ളം വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വെള്ളത്തിൽ നിന്നും വരുന്ന ആവി ഇസ്തിരിയുടെ ഗുണം ചെയ്യും. ഹെയർ ഡ്രയർ. ചുളിവ് വീണ വസ്ത്രം നനച്ച ശേഷം ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഉണക്കി നോക്കൂ. ചുളിവ് നീങ്ങിക്കിട്ടും. അങ്ങനെ ചില പൊടിക്കൈകളിലൂടെ ഡ്രസ്സിലെ ചുളിവ് ഈസിയായി മാറ്റാവുന്നതാണ്. ഈ വിഷയത്തിൽ കമൻസിലൂടെ നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.